ഹലോ മക്കളെ, അങ്ങനെ ഫൈനലി നമ്മൾ പുതിയൊരു വർഷത്തേക്ക് കടക്കാനായിട്ട് പോവാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ സമയത്ത് നമ്മൾ കുറേ റെസൊല്യൂഷൻസ് നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റെസൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങളുടെ റെസൊല്യൂഷൻസ് എന്തൊക്കെയായിരുന്നു, അതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, എന്തൊക്കെ ഫ്ലോപ്പ് ആയി പോയി എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എന്തൊക്കെയാണ് നിങ്ങൾ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിരുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി നമ്മുടെ റെസൊല്യൂഷൻസും ഫ്ലോപ്പ് ആയി പോകാനാണ് പതിവ് അല്ലേ. പക്ഷെ ഇത്തവണ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അടിപൊളിയായിട്ട് നമ്മൾ റെസൊല്യൂഷൻ എടുക്കാനായിട്ട് പോവാണ്. അതായത് നമ്മുടെ ലൈഫിനെ നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കില്ല അത് എങ്ങനെയായിരിക്കും മിസ്, അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ എപ്പോഴേ അത് ക്ലിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തേനെ അല്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു, അടിപൊളിയായിട്ടൊന്ന് ഒരു റീഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടെ നമ്മൾ അങ്ങ് തുടങ്ങാനായിട്ട് പോവാണ്. പ്രത്യേകിച്ച് നമ്മുടെ പഠനം. ഓക്കെ, കാരണം നമുക്ക് ഇതുവരെ കുറേ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കുഴപ്പി പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോട് കൂടി ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു ടിപ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് മിസ് അവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. റെഡി? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫോർഗിവ് യുവർസെൽഫ് ഫസ്റ്റ്. അതായത് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. അതായത് ഭയങ്കര കുറ്റബോധമായിരിക്കും. അത് അന്നേ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റിലേ തുടങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. അപ്പോൾ ആ ഒരു കുറ്റബോധം നമ്മളിനി വീണ്ടും പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചെടുക്കുക വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുക, വേഗം തന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെയുള്ള സംഭവങ്ങൾ, ആ ഒരു ഗിൽട്ടി ഫീലിംഗ് എന്ത് ചെയ്യുക, വേഗം തന്നെ മാറ്റി വയ്ക്കുക. അടിപൊളിയായിട്ട് നല്ല ഒരു കാം ആയിട്ടുള്ള മൈൻഡോട് കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂ ഇയറിൽ അങ്ങനെയാണല്ലോ, ഇനി അങ്ങോട്ട് ഞാൻ തകർക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഫുള്ള് ഭയങ്കര ഹെവി ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ആയിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക. അത്രയും ഹെവി ആയിട്ട് പോകണ്ട. അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയൊരു ഗോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര കുറേ നാളത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വലിയ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടോപ്പിക്കുകൾ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് തീർക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയൊരു ഗോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഏതെങ്കിലും ചെറിയൊരു ടോപ്പിക്കോ അങ്ങനെ ഏതെങ്കിലും ചെറിയൊരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടും. ആ ഒരു സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ആ ഒരു ഹാപ്പിനെസ് ആണ് നമ്മളെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് നയിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എപ്പോഴും സ്മോൾ ഗോൾസ് വെച്ച് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് തുടങ്ങാം. സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിക്കോട്ടെ, വലിയ പ്രതീക്ഷകളൊന്നും നമുക്ക് തുടക്കത്തിലേ വേണ്ട, ചെറുതുകൾ മതി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു സ്റ്റഡി ടൈം വേണം. ആ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ആലോചിക്കണം, മിസ് എനിക്ക് രാവിലെ നേരത്തോടെ എണീക്കാൻ പറ്റുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്ങനെ നോക്കിയാലും പറ്റുന്നില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. ചിലർക്ക് വൈകുന്നേരമായിരിക്കും, ചിലർക്ക് രാത്രി ഒരു സമയം ഏതെങ്കിലും, അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു 1 hour ഒരു ദിവസം കിട്ടണം. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക. അതിരാവിലെ എഴുന്നേൽക്കണമെന്നോ അല്ലെങ്കിൽ കുറേ നേരം ലേറ്റ് ആയിട്ട് ഇരിക്കണമെന്നോ മിസ് പറയുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, ആ ഒരു സമയം നിങ്ങൾ ഡെയിലി മാറ്റി വയ്ക്കുക. റെഡി ആണല്ലോ, സെറ്റ്. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലേ. മിസ് അതിരാവിലെ എഴുന്നേൽക്കണമെന്നോ അല്ലെങ്കിൽ രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് സമയം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കാനായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഫുട്ബോൾ കളിക്കാൻ പോകണം, അപ്പം അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ടൈം കണ്ടെത്തിക്കോളൂ. അതൊന്നും ഒരു പ്രശ്നമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഡെയിലി നിങ്ങൾ ഒരു സമയം, മിനിമം ആണ് മിസ് പറയുന്നത്, 1 മണിക്കൂർ 2 മണിക്കൂർ ഡെയിലി നിങ്ങൾ സമയം മാറ്റി വയ്ക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് മിസ് വിട്ട് തന്നിരിക്കുകയാണ്, ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. റെഡി? പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, നമുക്ക് തുടക്കം തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മടുത്തു അല്ലേ. അപ്പം തന്നെ നമ്മൾ അടച്ചു വയ്ക്കുന്നു, പിന്നെ ബാക്കി എന്തെങ്കിലും വരുന്ന വഴിക്ക് കാണാം എന്നൊക്കെ വെച്ച് പോകുന്നു. അപ്പം അങ്ങനെ ചെയ്യരുത്. എപ്പോഴും എന്താ ചെയ്യുക, എപ്പോഴും വളരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ അതൊക്കെ നമുക്ക് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കിങ്ങനെ പഠിച്ചാൽ മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം, ആ ഒരു ഇത് നമുക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സെറ്റായി അങ്ങോട്ട് പോയിക്കോളും.
പോയിക്കോളും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരും അല്ലേ. അതായത് ഇപ്പം നമുക്കിപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ടിങ് 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 ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ആക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം നമ്മളിങ്ങനെ കാണുന്നു, അപ്പോൾ അത് നമുക്ക് കുറേ നേരം ഇങ്ങനെ അറിയാതെ കണ്ടുപോകും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അറിയാതെ തന്നെ കുറേ സമയം ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സമയം കുറേ മാറിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ നമുക്ക് ഈ ടൈമറൊക്കെ, അതായത് ഒരു ടൈം വരെ കാണാൻ പറ്റുന്ന തരത്തിൽ നമുക്കത് എന്താ പറയുക, അത്രയും വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് തന്നെ ഓഫായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിക്കൊക്കെ നമുക്ക് ചില ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, മാക്സിമം ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഇത് മിസ് ഫോണിൽ നിങ്ങൾ ക്ലാസ് ഒക്കെ കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കേസിലാണ് കേട്ടോ മിസ് പറയുന്നത്. അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഫോണിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും മാത്രം മതിയല്ലോ, ബാക്കിയുള്ളതൊക്കെ മാറ്റി വയ്ക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിസ് എപ്പോഴും പറയാറുള്ള, നമ്മുടെ ടീച്ചേഴ്സ് എപ്പോഴും പറയാറുള്ള കാര്യം നമ്മുടെ പോമഡോറോ ടെക്നിക് അല്ലേ. അതായത് തുടക്കം തന്നെ കുറേ സമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് എന്താ ചെയ്യുക, ജസ്റ്റ് ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, വീണ്ടും ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇടയിൽ ബ്രേക്ക് എടുത്ത് പഠിക്കുക. ബ്രേക്ക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായാലും ഭയങ്കര എളുപ്പമായിരിക്കും, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നില്ല, പഠിക്കാൻ വളരെ സിമ്പിളായിരിക്കും. പഠനം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മൈൻഡ് മാപ്പ് ഒക്കെ വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടുകൾ, ഈ ഒരു സമയം അതിന് ഏറ്റവും ബെസ്റ്റാണ്, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വയ്ക്കാം. ഓക്കെ, ഇതേപോലെ ചെറിയ പീസുകളായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വയ്ക്കുക. ഓരോ ചാപ്റ്ററിനും ഓരോരോ ഷോർട്ട് നോട്ടുകൾ, ജസ്റ്റ് ഒരു A4 ഷീറ്റ് ആയാലും മതി. ഓക്കെ, അതിൽ നിങ്ങൾ ഓരോ ചാപ്റ്ററിനും ഷോർട്ട് നോട്ടുകൾ ഇപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കുക. അതായത് ക്ലാസ് കാണാം, ഒപ്പം തന്നെ ഷോർട്ട് നോട്ട് എഴുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് മിസ്സാക്കി കളയരുത്, എടുത്ത് വെക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വായിക്കുന്ന സമയത്ത് ആക്ച്വലി സ്പീഡിൽ വായിക്കാൻ നല്ലത് നമ്മൾ മൈൻഡിൽ വായിക്കുന്നതാണ്. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഉറക്കെ വായിച്ച് പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അത് വീട്ടിലെ പൂച്ചയാവാം, പട്ടിക്കുട്ടിയാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിററിൽ നോക്കിയിട്ടായാലും നമുക്ക് എന്ത് ചെയ്യുക, നമ്മളൊരു ടീച്ചറെ പോലെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് ഓർത്ത് വെക്കാനായിട്ടുള്ള പറ്റും. അതായത് നമ്മൾ പിന്നെ തീരെ അത് മറന്നുപോയില്ല. മാത്രമല്ല രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ തന്നെ അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വേഗം ഒന്ന് മൈൻഡിലൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. അത് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മതി. ഓക്കെ, ആ ഒരു 10 മിനിറ്റ്സ് നേരത്തേക്ക് വേഗം ഒന്ന് ഓടിച്ച് നോക്കുക, നേരെ പോയി കിടന്നുറങ്ങുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ മിസ് പറഞ്ഞിട്ടുള്ള ഓരോ ടാസ്ക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ടിക്കിട്ട് പോവാതെ ഓരോന്നും കഴിയുന്ന സമയത്ത് നമുക്ക് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 25 മിനിറ്റ്സ് ഇരുന്ന് പഠിക്കുന്നു, അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കാമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാമോ, അങ്ങനെ തുടങ്ങി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിട്ട് ആ ഒരു വാശിയിലൂടെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആവാനായിട്ട് നോക്കേണ്ട. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം, അതാണ് നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക്. അപ്പം നമ്മളിപ്പോൾ ഒരു ടൈം ടേബിൾ ഒക്കെ ഇടുന്നു, ഒരാഴ്ച പഠിക്കാനുള്ള ടൈം ടേബിൾ ഒക്കെ ഇടുന്നു. പക്ഷെ എന്താണ്, നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഞാൻ ഫ്ലോപ്പായി പോയി എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് മാറ്റിക്കളയും അല്ലേ. പിന്നെ നമുക്ക് വിചാരിക്കും എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല ഇത് എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പെർഫെക്റ്റ് ആവണം എന്ന് നിങ്ങൾ നോക്കേണ്ട. ജസ്റ്റ് നിങ്ങൾ ഇപ്പം മിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും അത് ട്രൈ ചെയ്തോ. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്ത് ചെയ്യുക, പഠിച്ചങ്ങോട്ട് നോക്കുക. എല്ലാ ദിവസവും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ തന്നെ തീർക്കാൻ പറ്റുന്നു, ഫുള്ള് നമ്മളെല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ നടക്കുന്നു, അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡെയിലി ചെയ്യാനായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പഠനത്തിൽ നല്ലോണം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് നമുക്ക് ക്ലാസ്സുകളാണല്ലേ. അതായത് ഇപ്പം നമുക്ക് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ ചിലപ്പോൾ പെൻഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രാഷ് ബാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ്, അതായത് വേറെ എവിടെ നിങ്ങൾക്ക് കിട്ടില്ല, ആദ്യം മുതലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ
മുതൽ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചും കൂടെ നമ്മുടെ എക്സാമിനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മളെ ക്രാഷ് ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, വേഗം തന്നെ എൻ്റെ കുട്ടികൾ ആഗ്രഹമുള്ള എല്ലാവരും ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ക്ലാസ്സിന് ക്ലാസ്സായി, പിന്നെ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല, ഇത്തവണത്തെ ന്യൂ ഇയർ നമ്മൾ അടിച്ചു പൊളിച്ച് തകർക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.